സനീഷ് ഈ പറഞ്ഞ അക്ഷരത്തെറ്റുകളുടെ കാര്യത്തിൽ ഒരു കണിശതയുള്ള ആളാണ് സനീഷ്. വിട്ടുവീഴ്ച ഇല്ലാതെ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത് കേൾക്കാം നിരന്തരം. അപ്പം അതുകൊണ്ട് ഇപ്പം KT ജലീലിൻ്റെ പ്രവൃത്തിയെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഞാൻ അദ്ദേഹത്തെ ഇനി അനുകൂലിക്കാൻ പോകുന്നതിന്. പക്ഷെ അതുമാത്രമല്ല, ഈ മന്ത്രിമാർക്കൊന്നും വേറൊരു പടിയില്ല എന്നാണ് സത്യത്തിൽ എനിക്ക് അവരുടെ പ്രതികരണം കണ്ടപ്പോൾ തോന്നിയത്. ബാലാവകാശ കമ്മീഷൻ ഉടനടി കേസും കെടുത്തു. എന്താണ് പക്ഷേ ഇത്? അതായത് ഞാനിത് ആദ്യം ഈ വാർത്ത കണ്ടപ്പോൾ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലായിടത്തും വന്ന മാധ്യമങ്ങളിലെല്ലാം. അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ചോ, ജലീൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കുട്ടികൾക്കൊരു അവകാശം ഉണ്ടല്ലോ, കുട്ടികളുടെ ഒരു അവകാശം കൂടി ഉണ്ടല്ലോ, ബാലാവകാശം. അത് കുട്ടികളെ പ്രത്യേകിച്ച് ഇതുപോലെ വളരെ സെൻസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു ലോകത്ത് കുട്ടികൾക്ക് തന്നെ ഒരുപാട് മാനസിക കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഇതെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സ്ട്രെസ്സൊക്കെ ഉള്ളൊരു കാലത്ത് ഇങ്ങനെ ജലീലിനെ പോലൊരു നേതാവ് അങ്ങനെ ചെയ്യുന്നത് ശരിയായിരുന്നില്ലല്ലോ, അത്രയെങ്കിലും അതിനെക്കുറിച്ച് അങ്ങനെ പറയണം എന്ന് വിചാരിച്ച് ഞാൻ ഈ വീഡിയോ കണ്ടു നോക്കുമ്പോൾ ഒരു സംഗതിയില്ല. ആ അന്തരീക്ഷം, ആ വീഡിയോ കണ്ടാൽ വളരെ ജോവിയലായിട്ട്, വളരെ ജോളിയായിട്ടൊരു മൂഡാണ് അവിടെ. ഈ അപമാനിച്ചു എന്നൊക്കെ എല്ലാവരും പറയുന്ന ഈ മന്ത്രിമാരൊക്കെ വന്ന് പറഞ്ഞ കുട്ടികൾ ചിരിച്ചുകൊണ്ടാണ്. ഒരു നേരിയ അംശം ചമ്മൽ പോലും ഈ കുട്ടികളുടെ മുഖത്തില്ല. കാരണം അവിടെ ഒരു സന്തോഷകരമായ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇത് അനുമോദിക്കപ്പെടുന്ന കുട്ടികളാണ് മുഴുവൻ പേര് വന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ അവരുടെ പഠനശാഖയിൽ എന്തോ മെച്ചമുണ്ടാക്കിയതുകൊണ്ട്, കൊള്ളാവുന്ന പഠനം നടത്തിയതുകൊണ്ട് അനുമോദിക്കപ്പെടുന്ന കുട്ടികളാണ് അവിടെ മുഴുവനുള്ളത്. ആ അനുമോദിക്കപ്പെടുന്ന കുട്ടികളോട് എന്തോ തമാശയായിട്ട് കാര്യങ്ങൾ ചോദിച്ച് എഴുതിയപ്പോൾ, ഇങ്ങനെ രവികുമാർ എന്ന് എഴുതിയപ്പോൾ ഒരു ക്ലാസ് എന്ന മട്ടിൽ ഇദ്ദേഹം കൈകാര്യം ചെയ്യുകയാണ്. ക്യാമറ എവിടെയുണ്ട്? ക്യാമറ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതായത് അതിനെ എന്തെങ്കിലും തരത്തിൽ അപമാനിച്ചു എന്ന് പറഞ്ഞ് ഇതിൽ കുഴപ്പം കാണിച്ചതെന്ന് വെച്ചാൽ, ഈ KT ജലീൽ എന്ന് കേട്ടാൽ ചുവപ്പ് കണ്ട കാള പോലെയാകുന്ന ചില മാധ്യമങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഒരു മാധ്യമം. അത് ചാടി കയറി അപമാനിച്ചു, കുട്ടികളെ അപമാനിച്ചു എന്ന് പറഞ്ഞ് ചറപറ വാർത്ത അങ്ങ് കൊടുത്തു. അത് നോക്കുമ്പോൾ പിന്നെ മുമ്പേ ഗമിക്കുന്ന ഗോവിന്ദൻ്റെ പിമ്പേ എന്നുള്ള മട്ടിൽ മറ്റെല്ലാവരും കൂടെ ഈ വാർത്തയും കൊടുത്തു. പിന്നെ ഒരു നേതാവ് ആണല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ അപമാനിച്ചു. പിന്നെ ഇതിനെപ്പറ്റി രണ്ടാമതൊരു ചിന്തയില്ല, ഒരു ഡെസ്കുകൾക്ക് ഒരു ചിന്തയില്ല, രണ്ടാമതൊരു ചിന്തയില്ല. ഇത് അപമാനിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലാണ് ചർച്ച മുഴുവൻ. അപ്പോൾ ഇത് കേട്ടപ്പോൾ നേരെ കിട്ടിപ്പോയൊരു കാര്യം എന്നുള്ള മട്ടിൽ നേരെ വന്ന് വളരെ ഗൗരവത്തോടെ ബിന്ദു കൃഷ്ണ പറയുകയാണ്, അയ്യോ ഇങ്ങനെ പാടില്ലായിരുന്നു. ഷംസുദ്ദീൻ പറയുകയാണ്, അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? എന്താ അവിടെ നടന്നിരിക്കുന്നത്? ആ വീഡിയോ നോക്കിയേ. അദ്ദേഹം ഈ കാര്യം പറഞ്ഞു, ഈ അക്ഷരത്തെറ്റ് കണ്ടപ്പോൾ തിരുത്താൻ പറഞ്ഞു, ഈ കുട്ടികളോട് തിരുത്താൻ പറഞ്ഞു, വന്ന് ഇവിടെ ഇരുന്ന് എഴുത് നോക്കട്ടെ, ഇങ്ങനെ കുലാർന്നാണോ എഴുതേണ്ടത് എന്ന് പറഞ്ഞാൽ ചെവി പിടിക്കുന്ന പോലെ. ഇത് നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ച് വന്നതാണല്ലോ. ഇത് എവിടെ ചെന്ന് നോക്കിയാലും വളരെ സാധാരണമായൊരു കാര്യം. ആ വേദിയിലിരിക്കുന്ന ആളുകളെല്ലാം ചിരിക്കുക, സദസ്സിൽ നിന്നുള്ള ചിരി കേൾക്കാം. ഇദ്ദേഹം ഒരു മുൻ മന്ത്രിയാണല്ലോ എന്ന മട്ടൊന്നുമില്ലാതെ ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യത്തോട് ക്രോസായിട്ട് ചോദ്യം ചോദിക്കുന്ന കുട്ടികളെ അവിടെ കാണാം. ഒരു വളരെ രസകരമായൊരു അന്തരീക്ഷം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇത് പാടില്ല എന്നാണ് ഈ പറയുന്ന മഹാന്മാരായിട്ടുള്ള മന്ത്രിമാരും ബാലാവകാശ കമ്മീഷനും ഈ സകല സംഗതികളുള്ള മാധ്യമങ്ങളും പറയുന്നത്. എന്തൊരു ഇതാണ്! അതായത് അക്ഷരത്തെറ്റ് കൊണ്ടാൽ തിരുത്തണ്ടേ? 10-15 വർഷം മാത്രമേ ഈ ലോകത്ത് ജീവിച്ച് പരിചയമുള്ള, അത്രയും കാലം മാത്രം ഭാഷ ഉരുട്ടി എഴുതിയിട്ട് ശീലമുള്ള ആളുകളെ എങ്ങനെയാണ് മനുഷ്യരെ തിരുത്തുക? ആളുകളിങ്ങനെ തിരുത്തും, അത് ഒരാളെ രണ്ടാളെ തിരുത്താൻ പറ്റില്ല. തമാശ പറഞ്ഞൊക്കെ ഈ കാര്യങ്ങൾ തിരുത്തും, ഇതാ നിങ്ങൾ എഴുതിയിരിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നു. ഇത് അങ്ങനെ തിരുത്തിയാണ് ഭാഷ പിന്നെ ആളുകളെ, ഈ പിന്നാലെ വരുന്ന കുട്ടികളെ ഈ കാര്യങ്ങളിലേക്ക് നയിക്കുന്നത്. തിരുത്തി അത് അധ്യാപകർ ചെയ്യേണ്ടതൊരു കാര്യമല്ലേ? അദ്ദേഹം നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ വാക്കിൻ്റെ അർത്ഥം? അപമാനിക്കുക എന്ന് വെച്ചാൽ ഇൻസൾട്ട് ചെയ്ത് ഇല്ലാണ്ടാക്കണ്ടേ? ആ കുട്ടിയൊക്കെ എന്താണെന്ന് തോന്നണ്ടേ? അവരെ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് അപമാനമൊന്നുമായിട്ട് തോന്നിയിട്ടില്ല, ആരെങ്കിലും നിർബന്ധിച്ചൊന്നുമല്ലോ എന്ന് പറയുന്ന കുട്ടികൾ. ഇത് രാഷ്ട്രീയം എന്ന് വെച്ചിട്ട് എന്തെങ്കിലും കയറിയിട്ടങ്ങ് പറഞ്ഞേക്കുക. ഈ ഒരു കാള പറ്റൂന്ന് കേട്ടാൽ കയറെടുത്തു എന്ന് പറഞ്ഞാൽ അപമാനിച്ചു എന്ന് പറയുക. ഒരു തരത്തിലുള്ള അപമാനം അതിനകത്തുണ്ടായില്ല. ഞാൻ ആദ്യം ഇത്രമാത്രം വാർത്തയൊക്കെ വന്നതല്ലേ, 2 മന്ത്രിമാരൊക്കെ വന്ന് വർത്തമാനം പറഞ്ഞതല്ലേ, ബാലാവകാശ കമ്മീഷൻ കേസൊക്കെ എടുത്തതല്ലേ, ഒന്ന് ചെറുതായിട്ട് ജലീൽ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് മൃദുവായിട്ട് പറഞ്ഞിട്ടെങ്കിലും എൻ്റെ പോയിന്റ് വെക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് കണ്ടും ഇത് മുഴുവനായിട്ട് നോക്കിയാൽ അങ്ങനെ ഒരു അംശം നമുക്ക് ജലീലിനെ കുറ്റം പറയാനില്ല. അവിടെ ഒരു സാധാരണ സന്തോഷകരമായ ഒരു അന്തരീക്ഷം നടന്നു. അതിനകത്ത് അദ്ദേഹം ഒരു അധ്യാപകർ എന്ന നിലക്ക് പെരുമാറി എന്നാണ്. ഞാൻ ഇന്ന് വരുമ്പോഴും ഈ ഇൻസ്റ്റാഗ്രാമിൽ ഈ കുട്ടികളോ മറ്റോ ഇട്ട വീഡിയോ ഉണ്ട്. ടീച്ചർമാർ കോളേജിലോ ക്ലാസ്സിലോ +2 ക്ലാസ്സാണെന്ന് തോന്നുന്നു, യൂണിഫോം ഇട്ട കുട്ടികളെ, 2 ആൺകുട്ടികളെ ഒരു ടീച്ചർ വടി വെച്ച് ഇങ്ങനെ അടിക്കുകയെന്ന് വെച്ചാൽ വയലൻ്റ് ആയിട്ടുള്ള തമാശയ്ക്ക് ഇങ്ങനെ അടിക്കുക. ഈ നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ രസകരമായിട്ടുള്ള പല സംഭവങ്ങളും നമ്മളെല്ലാം നെഗറ്റീവായിട്ടും ഡാർക്കായിട്ടും മാത്രമല്ല നടക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ തല്ലുന്നു എന്ന് വെച്ചാൽ ആക്ഷൻ കാണിക്കുകയാണ്. അപ്പോൾ അവർ വിദ്യാർത്ഥികളും അധ്യാപികമാരും ഒക്കെ ഉള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് അതിൻ്റെ അകത്ത് കാണാം. വളരെ താഴെയൊക്കെ ഒരുപാട് ആളുകൾ എൻ്റെ ടീച്ചർ ഇങ്ങനെയായിരുന്നു, ഒരുപാട് ആളുകൾ സന്തോഷത്തോടെ ഇത് എഴുതുകയാണ്. ഇതിപ്പോൾ ഇവിടെ അധ്യാപക ദിനമൊക്കെ വന്നു കഴിഞ്ഞാൽ അധ്യാപകന്മാരെ പരിഹസിക്കാൻ പറ്റും. പക്ഷേ അതല്ലാതെയുള്ള മനുഷ്യരും തമ്മിലുള്ള നല്ല സന്തോഷകരമായുള്ള കമ്മ്യൂണിക്കേഷനും കൂടെ ഈ സ്ഥലങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതിലൊരു കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, അക്ഷരത്തെറ്റൊക്കെ തിരുത്ത് തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ ഒരാൾ രാജ്കുമാർ എഴുതുമ്പോൾ രാജ്കുമാർ എന്ന് എഴുതേണ്ടത് കുലാർ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് ശരിയല്ല മോനെ എന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ തെറ്റുമില്ല. അതൊന്നും ആരെങ്കിലും എന്തും വിചാരിക്കേണ്ട കാര്യമില്ല. ഇത്
ആളുകളിങ്ങനെ തിരുത്തിയല്ലേ ഈ കാര്യങ്ങളെല്ലാം ശരിയായിട്ട് വരുന്നത്. അല്ലാതെ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ഫുട്ബോൾ നടക്കുകയാണല്ലോ, ഇപ്പോൾ നമ്മുടെ ടെലിവിഷൻ ചാനലിലെ ഫുട്ബോൾ റിപ്പോർട്ടിംഗ് കാണുമ്പോൾ ഹർഷൻ നോക്കോ, എല്ലാ ചാനലിലും ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പേര് ഖത്തർ എന്നാണ് പറയുക. കേട്ടിട്ടുണ്ടോ ഹർഷൻ? കേട്ടിട്ടില്ലേ? എല്ലാ ചാനലിലും ഖത്തർ എന്ന്. എവിടെയും കേട്ടിട്ടുണ്ടോ? ലക്ഷക്കണക്കിന് മനുഷ്യർ വസിക്കുന്ന ഒരു രാജ്യമാണ് ഈ ഖത്തർ. പക്ഷെ അതിൻ്റെ പേര് ഈ ആളുകൾ മുഴുവനെന്നല്ല, കുറേ ആളുകൾ തെറ്റിച്ച് പറയും. അവരോട് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ, കുട്ടികളെ നിങ്ങളിത്, കുട്ടികളല്ല എന്ന് ഓർക്കണം കേട്ടോ, ജോലി ചെയ്യുന്ന ആളുകളാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ താമസിക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് മലയാളികളടക്കമുള്ള ആളുകൾ പോയിട്ട് താമസിക്കുന്നുണ്ട്. അപ്പോൾ ആ മലയാളികളടക്കം വളരെ ഫെമിലിയർ ആയിട്ടുള്ള എത്രയോ വർഷങ്ങളായിട്ട്, എൻ്റെ ചേട്ടൻ കുറേ കാലം ഖത്തറിലായിരുന്നു, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഖത്തറിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം എന്താണ് ഡേ ടു ഡേ സംഭാഷണങ്ങളിനകത്ത് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പേര് ഖത്തർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഖത്തർ എന്ന് പോലുള്ള ഖത്തർ, കാ ഖ ഗ ഘ ങ, ഇതിനകത്ത് രണ്ടാമത്തെ നഖം എന്നെഴുതുന്ന ഖ ആണ് ഖത്തറിന് പറയേണ്ടത് എന്ന കാര്യം പറഞ്ഞു കൊടുത്താൽ എല്ലാവർക്കും തിരുത്താൻ പറ്റുമോ? ഇത് ഏതോ നിലക്ക് ഭാഷ എങ്ങനെയായി, ഇപ്പോൾ എഴുതുന്ന പല അക്ഷരങ്ങളും ഒരുപാട് തെറ്റുകളുണ്ട്. അപ്പോൾ അതിനകത്തൊരു അധ്യാപകൻ ഇങ്ങനെ ചെയ്യുമ്പോൾ, ഇത് KC നാരായണ മാഷ് മാതൃഭൂമിയിൽ എഴുതുന്നുണ്ട്, കാരശ്ശേരി മാഷ് പലയിടങ്ങളിലായിട്ട് എഴുതുന്നുണ്ട്. ഇതിന് ഇത്തരം സന്ദർഭങ്ങളെ അങ്ങനെയൊരു സംഭവമായിട്ടാണ് കാണേണ്ടത്. അല്ലാണ്ട് അപമാനിച്ചു എന്താ അപമാനിച്ചു? ഇതൊക്കെ അപമാനിച്ചു എന്ന് പറയുമ്പോഴാണ് അപമാനമാകുന്നത്. ഈ കുട്ടികളുടെ വിഷ്വൽ എടുത്തിട്ട് അവരുടെ മുഖം മറച്ചിട്ടാണ്, എന്നാലും അത് കാണിച്ചിട്ട് ഇവരെ അപമാനിച്ചിരിക്കുന്നു. ഹർഷനെ ഞാൻ തമ്മിൽ തമാശക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 2 വർത്തമാനം പറഞ്ഞു. അത് ആരെങ്കിലും ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ഹർഷനെ അപമാനിച്ചേ എന്ന് പറഞ്ഞാലാണ് ഹർഷന് അപമാനം വരുന്നത്, അല്ലേ? നമ്മൾ തമ്മിൽ സൗഹൃദത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകൾക്കിടയിൽ ഉണ്ടാകുന്ന സംഭവത്തെ എടുത്തിട്ട് അവിടെ അതാണ് നടന്നത്. 2 ആളുകൾ തമ്മിൽ, അല്ലെങ്കിൽ കുറച്ച് ആളുകളുള്ള ഒരു വേദിയിൽ വളരെ സന്തോഷകരമായ സാഹചര്യം. പക്ഷേ മൂന്നാമതൊരാൾ എടുത്തിട്ട് ഇത് മിസ്റെപ്രസെൻ്റ് ചെയ്തിട്ട് അപമാനിച്ചു എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഇത് അപമാനിതരാകുന്നത്. ഞാനിപ്പോൾ പിന്നെ 1-2 സന്ദർഭങ്ങളിൽ ഞാൻ ജലീലിനെ അനുകൂലിക്കുകയും മറ്റും പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം വിചാരിച്ചു 2 വാക്ക് പറഞ്ഞേക്കാം. പക്ഷേ ഒരു തരത്തിലും ഈ വാർത്ത മൊത്തത്തിൽ പരിശോധിച്ചാൽ ഈ മാധ്യമങ്ങളുടെ, അതും അദ്ദേഹത്തോട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, KT ജലീൽ എന്ന് കേട്ടാൽ ഉടനടി അവനെ ശരിപ്പെടുത്തി കളയാം എന്ന തോന്നലുള്ള ചില മാധ്യമങ്ങൾ ആദ്യം എടുത്ത് അന്തരീക്ഷത്തിലേക്ക് അടിച്ചു വിട്ടതുകൊണ്ടുണ്ടായ ഒരു കുഴപ്പം മാത്രമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കുട്ടികൾ വന്നിട്ട് ഞങ്ങൾക്ക് അവമാനമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുകയും കൂടെ ചെയ്തതോട് കൂടിയിട്ട് ആ കാര്യത്തിൽ സമ്പൂർണ്ണമായിട്ട് വ്യക്തത വന്നു. പിന്നെ ഒരു പെൺകുട്ടി കൂടെയുണ്ട്, അവരുടെ മുഖം മറിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ വിഷയം കണ്ടപ്പോൾ ആ കുട്ടിയും ചിരിക്കുകയാണ്, പോയിട്ട് എഴുതു എന്ന് പറയുമ്പോൾ ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ ക്ലാസ് മുറി രൂപീകരിക്കപ്പെടുകയും എല്ലാവരും സന്തോഷത്തോടെ ഇരുന്ന് പരസ്പരം കാര്യങ്ങൾ കൈമാറുകയും ചെയ്തൊരു സംഗതിയാണ് അവിടെ ഉണ്ടായത്. അതിനെതിരെ ഇത്ര ബ്രഹ്മാണ്ഡമായിട്ടുള്ള തെറ്റായിട്ട് ചിത്രീകരിക്കുന്നത് രാഷ്ട്രീയമായിട്ട് ചില സംഗതികൾ വെച്ചിട്ടാണ്. N. ഷംസുദ്ദീനും ബിന്ദു കൃഷ്ണയൊക്കെ ഈ ഉറയിൽ നിന്ന് ഊരിയെടുത്ത വാള് അതിനകത്തേക്ക് തന്നെ ഇട്ടിട്ട് അടുത്ത പണികളിലേക്ക് പോകുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്.